എനിക്ക് ഏറ്റവും ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഈ വീഡിയോ എടുക്കണോ വേണ്ടതെന്നൊക്കെ തന്നെ ഞാൻ പലവട്ടം ആലോചിച്ചിരുന്നു. പിന്നീടാണ് ഇത് എന്താണെങ്കിലും ഈ വിഷയം ചർച്ച ചെയ്യാതെ വിടുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്തത്. അതിലേക്ക് നയിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഷിയാസ് കരീം എന്ന് പറയുന്ന ഒരു ആളുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു പൊങ്ങിയാണ്, വാവുളിയനാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഏറ്റവും ആദ്യമേ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബിഗ് ബോസിലേക്കുള്ള എൻട്രി കണ്ടപ്പോൾ തന്നെ ഇതേതാണ് ഈ കുരിശ് എന്നുള്ളത് നമ്മളൊക്കെ ആലോചിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള ബിഗ് ബോസിൽ വന്ന് ഫെയിമായി തീർന്നിട്ടുള്ള പ്രിയപ്പെട്ട ഷിയാസ് കരീം ഇപ്പോൾ വളരെ സമർത്ഥമായി രണ്ടാമത്തെ ഒരു പീഡന പരാതിയിൽ കൂടി കുടുങ്ങിയിരിക്കുകയാണ്. ആ പീഡന പരാതിയിൽ കൂടി കുടുങ്ങിയിട്ടുള്ള നിരവധി വോയിസ് ക്ലിപ്പുകൾ ഞാൻ കേട്ടു. ഏതാണ്ട് 17 മിനിറ്റിൻ്റെ മുഴുവൻ വോയിസ് ക്ലിപ്പുകളുണ്ട്. അതൊന്നും മാധ്യമങ്ങൾ പോലും ആരും തന്നെ പുറത്തുവിട്ടിട്ടില്ല. കാരണം അതിൽ ചില ഈ ക്ലിപ്പ് എടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്തുവിടാൻ കഴിയില്ല. പുറത്തുവിടാൻ പറ്റുന്ന ഫിൽട്ടർ ചെയ്തിട്ടുള്ള ഏതാണ്ട് ഒരു 3 മിനിറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമേ അവർ പുറത്തുവിട്ടിട്ടുള്ളൂ. അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 65 ലക്ഷം രൂപ പറ്റിച്ച് മേടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 65 ലക്ഷം രൂപ പറ്റിച്ച് മേടിക്കാനായിട്ട് കാരണമായി പറഞ്ഞത് ഒരൊറ്റ കാര്യമാണ്. ആ കാര്യമെന്ന് പറയുന്നത്, ഞാൻ ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാവും, എൻ്റെ മരണം വരെ അല്ലെങ്കിൽ നിൻ്റെ മരണം വരെ. നീയാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി മണ്ണിടാൻ ഞാനുണ്ടാവും, ഞാനാണ് മരിക്കുന്നതെങ്കിൽ എൻ്റെ കബറിടത്തിൽ നീ മണ്ണിടണം എന്നൊക്കെയുള്ള ഡയലോഗുകളാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ചെറിയ എമൗണ്ട് ആയിട്ടുള്ള ഒരു 60-65 ലക്ഷം രൂപ പറ്റിച്ച് മേടിച്ചു എന്നുള്ളതാണ്. ഈ പറ്റിച്ച് മേടിച്ചു എന്നുള്ളതിന് യാതൊരുവിധ തർക്കവും ഷിയാസ് കരീമിന് ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഷിയാസ് കരീം തന്നെ കൊടുക്കാനുള്ള പണം ഞാൻ കൊടുക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ചാനലിനെ കുറിച്ച് കൂടി ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ചാനലിൽ നമുക്കൊരു നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമുണ്ട്. ആ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു മെമ്പർഷിപ്പ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അത് യൂട്യൂബ് നൽകുന്ന ഓപ്ഷനാണ്. മന്ത്ലി ഒരു 179 രൂപ അടച്ച് മെമ്പർഷിപ്പ് എടുക്കാം, അല്ലെങ്കിൽ ലെവൽ 2 ആയിട്ടുള്ള 359 രൂപ അടച്ചോ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ എമൗണ്ടുകൾ അതിനകത്ത് 4, 5, 6 വരെയുള്ള ഓപ്ഷനുകളുണ്ട്. അതടച്ചുകൊണ്ട് മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. കാരണം നമ്മൾ മറ്റേതെങ്കിലും ബിസിനസ് ഹൗസുകളുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പരസ്യങ്ങളോ ഒന്നും സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. വളരെ സത്യം പറഞ്ഞുകൊണ്ട് നിലനിൽക്കണമെന്ന് താല്പര്യമുണ്ട്. അത്തരത്തിലുള്ള പരസ്യമൊക്കെ സ്വീകരിച്ചാൽ പലപ്പോഴും നമുക്ക് പിന്നീട് ചില കാര്യങ്ങളിൽ നമ്മൾ ലിമിറ്റഡ് ആയി പോകും, നമ്മുടെ സ്വാതന്ത്ര്യം എന്നുള്ളതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. കൂടാതെ ഇതൊക്കെ മന്ത്ലി ഉള്ള സ്കീമുകളാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ചെയ്താൽ മതി, ചെയ്യാൻ കഴിയുന്നവർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതല്ലാതെ ഒരൊറ്റ തവണത്തേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി താഴെ നമ്മൾ നമ്മുടെ GPay നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്നും ഇതുപോലെ നിലനിൽക്കണമെന്നും, നമ്മളൊരിക്കലും പെൻസിൽ വര വിള്ളലാക്കില്ലെന്നും, അതുപോലെ തന്നെ ഇല്ലാത്ത സ്വരാജ് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇല്ലാത്ത കൂടിക്കാഴ്ചയുണ്ട് എന്ന് പറയില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വീണ ജോർജ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ ജോർജ് തെറ്റ് ചെയ്ത് എന്ന് പറയാനുള്ള ആർജവവും നമ്മൾ കാണിക്കും എന്നുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ചാനലുകളും തന്നെ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യമുള്ള ചാനലുകളാണ്. വളരാനും പണം കിട്ടാനും ഒക്കെ ഏറ്റവും കൂടുതൽ സാധ്യത ആരുടെയെങ്കിലും കൂടെ പക്ഷം പിടിച്ച് നിന്നാലാണ് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അങ്ങനെ അല്ലാത്ത കുറേ ആളുകളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നിലനിൽക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളിപ്പോൾ 40,000 സബ്സ്ക്രിപ്ഷനിലേക്ക് അടുക്കുകയാണ്. ഞാനിതുവരെ സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്നോ ഷെയർ ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും നിങ്ങളുടെ വലിയ സപ്പോർട്ടിന് ഒരിക്കൽ കൂടി നന്ദി. ഇത്തരത്തിലുള്ള സപ്പോർട്ടുകൾ കൂടി ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കടന്നു വരാം. അപ്പോൾ ടോപ്പിക്കിൽ ഇപ്പോൾ നമുക്കറിയാം ഷിയാസ് കരീമിൻ്റെ ഇഷ്യൂ ആണ്. ആ ഷിയാസ് കരീമിൻ്റെ ഇഷ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, ഷിയാസ് കരീം തന്നെ ഈ സ്ത്രീക്കെതിരെ നേരത്തെ ഒരു പരാതി കൊടുത്തിരുന്നു. അത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ആ പരാതി കൊടുത്തിട്ടുള്ളത് ഇവർ ഫേസ്ബുക്കിൽ ചില പോസ്റ്റുകളൊക്കെ തന്നെ ഷിയാസ് കരീമിന് ഇട്ടപ്പോൾ അതൊക്കെ തന്നെ ഡിഫമേറ്ററി ആണ് എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തിരുന്നു. ആ പരാതി കൊടുത്തതിന് ശേഷം ആ പരാതിക്ക് നോട്ടീസ് കിട്ടിയപ്പോഴാണ് ഇവർ കൗണ്ടർ പരാതി കൊടുത്തത് എന്നുള്ളതാണ് സ്ത്രീ പറയുന്നത്. പക്ഷേ കൗണ്ടർ പരാതി കൊടുത്തതാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും നമുക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കൊടുത്തിട്ടുള്ള പരാതി വളരെ ജെന്യുവൻ ആയിട്ടാണ് നമുക്ക് തോന്നുക എന്നുള്ളതാണ്. അത് വായിച്ചു നോക്കിയാൽ. കാരണം അത് പാലാരിവട്ട സ്റ്റേഷനിൽ കൊടുത്തിട്ടുള്ള പരാതിയാണ്. ആ പരാതിയിൽ ഇവരൊരിക്കലും ബലാത്സംഗം ചെയ്യപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ ഉഭയസമ്മത പ്രകാരമാണ് റിലേഷൻഷിപ്പ് ഉണ്ടായത് എന്നുള്ളതൊക്കെ അവർ കൃത്യമായി അതിനകത്ത് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു വലിയ പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നത്, വലിയ പരാതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ആ ബന്ധമുണ്ടായിരുന്നതിൻ്റെ ചില വീഡിയോകളൊക്കെ തന്നെ ഷിയാസ് കരീം എടുത്തു വെക്കുകയും ആ വീഡിയോകൾ പബ്ലിക്കിൽ പുറത്തു വിടുമെന്ന് പറഞ്ഞ് ഇവരെ ത്രട്ടൺ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഷിയാസ് കരീമിനെതിരെ ആദ്യമായിട്ട് വരുന്ന പരാതിയല്ല. ഇതുപോലെ തന്നെ ചില
ഇതിനു മുമ്പും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്കൊരു അവിശ്വാസവും ഉണ്ടാവേണ്ട കാര്യമില്ല. ഇവർ ഏതാണ്ട് ഒരു മധ്യവയസ്സെത്തിയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ബാക്കിയുള്ള വിശദാംശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇവർ അത്യാവശ്യം സമ്പന്നയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇതുപോലെ 65 ലക്ഷം രൂപ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട്. പണം മേടിച്ചു എന്നുള്ളത് ഷിയാസ് കരീമും ഒക്കെ കൂടി പറഞ്ഞിട്ടുണ്ട്. ഷിയാസ് കരീം ഇപ്പോൾ പറയുന്നത് ഈ അവരുടെ ഭാര്യ അമ്മയുടെയൊക്കെ തന്നെ ആഭരണങ്ങൾ ഇവർ മേടിച്ചിട്ട് പോയി എന്നുള്ളതാണ്. അതിനൊന്നും അടിസ്ഥാനമില്ല. കാരണം ഷിയാസ് കരീം തന്നെ പറയുന്നുണ്ട്, പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ 1 രൂപ ഇല്ലാതെ ഞാൻ തിരിച്ചു കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ആ വോയിസ് ക്ലിപ്പുകളിലൊക്കെ ഉള്ളത് ഇവർ തമ്മിലുള്ള വലിയ ബന്ധമാണ്, അല്ലാതെ ഇവരുമായിട്ട് യാതൊരുവിധ ശാരീരിക ബന്ധവും ഇല്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നമുക്ക് ആ വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താണെങ്കിലും ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇനി ഇതുകൊണ്ട് തന്നെ ഷിയാസ് കരീം ഇപ്പോൾ ഈ കേസിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതിനെ അനുബന്ധിച്ച് എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതെന്ന് പറയുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പറയുന്ന പരിപാടി നിരോധിക്കണമെന്നാണ്. നമ്മുടെ നാട്ടിൽ നേരത്തേക്ക് എങ്ങനെയാണ് ആളുകൾ സെലിബ്രിറ്റികളായിക്കൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ അവർ രാഷ്ട്രീയക്കാരായിരിക്കും, അല്ലെങ്കിൽ എഴുത്തുകാരായിരിക്കും, അല്ലെങ്കിൽ കവികളായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ സുകുമാർ അഴീക്കോടിനെ പോലെ നല്ല പ്രഭാഷകരായിരിക്കും, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ കായിക താരങ്ങളായിരിക്കും. ഇത്തരത്തിലുള്ള ആളുകൾ ഇപ്പോൾ പി.ടി. ഉഷയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ ഫേമസ് ആവുകയും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ തന്നെ കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസുകളൊക്കെ കിട്ടുന്നത് ഇതുപോലെയുള്ള ഈ പറയുന്ന പോലെ മൂന്നാംകിട എരപ്പാളികൾക്കാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വലിയ കഴിവും എടുക്കുമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരൊക്കെ തന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിക്കൊണ്ട് അവരെന്ത് ചെയ്യുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് എത്തുന്നു. അതിൻ്റെ പിന്നിൽ ഷിയാസ് കരീമിനേക്കാൾ വലിയ തെറ്റ് ചെയ്തിട്ടുള്ളത് ബിഗ് ബോസും അതുപോലെ തന്നെ ഏഷ്യാനെറ്റും ഒക്കെയാണെന്ന് ഞാൻ പറയും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇവർക്കൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടി കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് സത്യമെന്ന് പറയുകയും എടുക്കൊന്നുമില്ല, കഴിവൊന്നുമില്ല, ഇവർക്ക് ജീവിക്കാനുള്ള വരുമാനമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇത്തരത്തിലുള്ള പല തട്ടിപ്പും തരികിടയൊക്കെ നടത്തിക്കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവർക്ക് പിന്നീട് ഒരിക്കലും സർക്കുലർ ബസ്സിൽ കയറി യാത്ര ചെയ്യാനോ വഴിയിലൂടെ നടന്നു പോകാനോ ഒന്നും ഇവർ തയ്യാറാവില്ല. ഇവരെപ്പോഴും വലിയ പോഷായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ നോക്കിക്കോ. ഇപ്പോൾ റോബിൻ, മറ്റേ അലറൽ വീരൻ റോബിനൊക്കെ തന്നെ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് BMW മേടിക്കുന്നു, അല്ലെങ്കിൽ ബെൻസ് മേടിക്കുന്നു. എന്നിട്ട് അവരുടെ എന്ത് ചെയ്യുന്നു, കാറ് അവരുടെ റിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് പോലും കൃത്യമായിട്ട് കാശ് കൊടുക്കാതിരിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇവർ ഈ പറഞ്ഞ പോലെ പോഷായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട് എന്നുള്ളത് പുറമെ കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാലോ, ബിഗ് ബോസ് താരമായിട്ടുള്ള അതിൽ വിന്നറായിട്ടുള്ള അഖിൽ മാര, ഈ അഖിൽ മാരാരൊക്കെ തന്നെ ഇതുപോലെ തന്നെ കാറുകളൊക്കെ മേടിച്ച് വളരെ പോഷായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നു എന്ന് പറയുന്നത് തോന്നലുണ്ടാക്കുന്ന ഒരാളാണ്. ഇതേപോലെ തന്നെയാണ് അതിലേക്ക് പോയിട്ടുള്ള മിക്ക വനിതകളുടെയും കേസിലുള്ളത്. ഇവരൊക്കെ തന്നെ പിന്നെ സീരിയലിൽ അഭിനയിക്കുന്നവരും സിനിമയിൽ അഭിനയിക്കുന്നവരൊക്കെ കുറച്ച് കാലം ഒരു 2-3 ആഴ്ച അതിനകത്ത് നിന്ന് അതിനൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് അവർ നേരെ പോകും. കാരണം അവർക്ക് സിനിമയുണ്ട്, അവർക്ക് ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഷിയാസ് കരീമിനെ പോലെയുള്ള ബാക്കിയുള്ള ഈ റോബിൻ രാധാകൃഷ്ണൻ പോലെയുള്ള ആളുകൾക്കൊന്നും വേറെ പണിയൊന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എന്തെങ്കിലും തരികിട നമ്പറുകളൊക്കെ ഇറക്കും. അവരെന്ത് വേണമെങ്കിലും ചെയ്യും. അവർ രാഷ്ട്രീയത്തിൽ വരും, വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ അണ്ണാമലൈ ചെയ്ത പോലെ സ്വയം ചാട്ടപ്പാർ അടിക്കും. അങ്ങനെ പല അഭ്യാസങ്ങളും കാണിക്കും. അഖിൽമാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നാണം കെട്ട് റീച്ച് ഉണ്ടാക്കിയാൽ പിന്നെ ആ നാണക്കേട് ആ റീച്ച് മാറ്റും എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ വേതാളങ്ങളെ സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം തോന്നുന്നത്, ഒരുപാട് പണം മലയാളികൾ കൊടുത്തിട്ടുള്ള ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ 1 മാസത്തേക്ക് തന്നെ അദ്ദേഹത്തിന് 15-20 കോടി രൂപയൊക്കെ സുഖമായിട്ട് കിട്ടും. തമിഴിലോ തെലുങ്കിലോ ഒക്കെ പോയി അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ 30-40 കോടിയൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ എന്തിനാണ് അയാൾ ഇതിനകത്ത് വന്ന് തൂങ്ങിയിട്ട് ഈ വൃത്തികെട്ട പരിപാടി നടത്തിക്കൊണ്ടു പോകണമെന്ന് അറിയില്ല. ഞാൻ നിങ്ങളോട് കൃത്യമായിട്ട് പറയാം, ഞാൻ ഈ ബിഗ് ബോസ് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയാണ് മലയാളികൾ ചിന്തിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. അത് മലയാളത്തിൽ മാത്രമല്ല, മലയാളവും തമിഴും ഇപ്പോൾ പറഞ്ഞ പോലെ മറ്റു പല ഭാഷകളിലേക്കൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എങ്ങനെയാണ് ആളുകളുടെ മൈൻഡ് സെറ്റ്, എങ്ങനെയാണിത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്, വളരെ കൃത്യമായി എങ്ങനെയാണിത് സ്ക്രിപ്റ്റ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ആളുകളൊക്കെ തമ്മിൽ അടിയുണ്ടാക്കുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു നിലവാരം എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിതാപകരമാണ് എന്നുള്ളത് പറഞ്ഞു വെക്കട്ടെ. ഒരു പെൺകുട്ടി വന്ന്, ഞാനിപ്പോൾ പേരൊന്നും പറയുന്നില്ല, ആ പെൺകുട്ടി ഒമർ ലുലുവിൻ്റെയൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വന്നിട്ട് പറയുന്നത് എല്ലാവരും എമ്മടിക്കും എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറയുന്നത് നിങ്ങൾ അറിയേണ്ടത് MDMA ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അടിക്കും എന്ന് പറയുന്ന ആളുകളെയൊക്കെയാണ് ഇതിനകത്തേക്ക് എൻട്രി കൊടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. പെർ ഡേ ഏതാണ്ട് 10,000-20,000 ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചത് വലിയ കാശാണ്. കുറച്ചു കാലം ജീവിക്കാൻ അത് മതി. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളും ഇവരെ അറിയാൻ പാടില്ലാത്ത ബിസിനസ്സൊക്കെ ചെയ്ത് പല പരിപാടികളും ചെയ്ത് ഇവരുടെ കാശ് പോകും. അത് കഴിയുമ്പോൾ ഇവർ പൊട്ടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ് ഇതിനകത്ത് കൂടുതലുള്ളത്. പിന്നെ നമ്മളെ ചിരിപ്പിക്കുന്ന കുറേ ആളുകളൊക്കെ ഉണ്ട്. പിന്നെ അനിയൻ മിഥുൻ എന്ന് പറയുന്ന ഒരു പുള്ളി വന്നിരുന്നു. എന്തൊക്കെയാണ് ആ ബിഗ് ബോസിൽ കിടന്ന് പറഞ്ഞതെന്ന് നമുക്ക് പോലും അറിയില്ല. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. എന്താണ് 5ാമത്തെ സീസണിലായിട്ടാണ് വന്നത്. അനിയൻ മിഥുൻ പറഞ്ഞത്, അനിയൻ മിഥുവിന് ഒരു മിലിറ്ററി ഓഫീസർ ലേഡിയുമായിട്ട് ഒരു പ്രണയമുണ്ടായിരുന്നു.
ആ പ്രണയം ഉണ്ടായിട്ടുള്ള ആളുകളൊക്കെ തന്നെ എന്നിട്ട് ഇവനൊരു ദിവസം ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പെൺകുട്ടി AK-47 കത്തി കഠാര അതുപോലെ തന്നെ മറ്റെല്ലാമായിട്ട് നിൽക്കുകയാണ്, ഭയങ്കര സെറ്റപ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് കഠാര എടുത്ത് താഴെ വെച്ചു, കത്തി എടുത്ത് AK-47 എടുത്ത് ചുവരിലിട്ടു. ഏതാണ്ട് ഇവനായിട്ട് കറങ്ങാൻ പോകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയൊക്കെ മിലിറ്ററിയിൽ നിന്ന് മറ്റേ ആയുധങ്ങൾ 25 സ്വന്തം വീട്ടിൽ വെച്ചേക്കണേരിക്കുമെന്നൊക്കെ. ഭാഗ്യത്തിന് അവൻ എന്ത് ചെയ്തില്ല, മറ്റേ പാറ്റൺ ടാങ്കും അതുപോലെ തന്നെ ചെറിയ 2-3 സ്കഡ് മിസൈൽ എടുത്ത് പോക്കറ്റ് ഇട്ടെന്നും കൂടി പറഞ്ഞില്ല, മനസ്സിലായോ? ഫൈറ്റർ ജെറ്റുകളെടുത്ത് 5 പോക്കറ്റ് വെച്ചിരുന്നു, അത് കഴിഞ്ഞ് അതിൽ ഫൈറ്റർ ജെറ്റിലാണ് നിങ്ങളൊന്ന് കറങ്ങി വന്നെന്ന് പറഞ്ഞില്ല. ഇതൊക്കെ കേൾക്കുന്ന മലയാളികൾ പിന്നെയും ചെന്നു ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതൊക്കെ ആ പരിപാടികൾ കാണുകയാണ്. ഇവരെയൊക്കെ കാണുമ്പോഴേ നമുക്കറിയാം യാതൊരു വിവരവും ഇല്ലാത്ത, യാതൊരു ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരാളുകളാണെന്നുള്ളതറിയാം. ഇവരേതോ ഒരു എന്തോ ഒരു സംഭവത്തിൽ ഇവരെന്ത് ചെയ്തു, ഏതോ ഒരു കായിക അഭ്യാസത്തിൽ കളരിയോ കരാട്ടെ കുങ്ഫു ഒക്കെ പറയുന്ന എന്താ തായ്ച്ചു എന്തോ പറയുന്ന ഒരു കായിക അഭ്യാസത്തിൽ ഇവരെന്തോ വലിയ മിടുക്കരാണെന്നൊക്കെ പറഞ്ഞാണ് അവതരിപ്പിച്ചു. അതിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് നുണയാണ്. ഇത്തരത്തിൽ നുണ പറയുന്ന വെറും വിവരക്കേടുകൾ പറയുന്ന ആളുകളെയാണ് അതിനകത്ത് ഭൂരിപക്ഷം ആളുകളെ വെച്ചിട്ടുള്ളത്. തരികിട സാബുവിനെ പോലെയൊക്കെയുള്ള കുറച്ച് പേർ, അതുപോലെ സീരിയലിലൊക്കെ അഭിനയിക്കുന്ന കുറച്ച് പേർ, ഇവരെയൊക്കെ നമ്മൾ മാറ്റിയെടുത്തിയാൽ അവർക്കൊക്കെ പിന്നെ സീരിയൽ കിട്ടും, അവർ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോളും, കഞ്ഞി കുടിച്ച് പൊക്കോളും. അതുപോലെ സാബുവിനൊക്കെ പ്രൊഡക്ഷൻ ഹൗസൊക്കെ ഉണ്ട്, അതുകൊണ്ട് ജീവിച്ച് പൊക്കോളും. പക്ഷേ ഈ മാരാര് മുതൽ ഈ അനിയൻ മിഥുൻ വരെയുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചാൽ പിന്നെ ഇതേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഇവരൊക്കെ വലിയ താരങ്ങളാണ് എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചു. ഇതൊക്കെ മുഴുവൻ ജനറേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇപ്പം ഇവർ പുറത്തേക്ക് വരുമ്പോൾ കോവിഡ് സമയത്ത് പോലും ഇവർ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ നിരവധി ആളുകൾ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ചാനലുകൾ തന്നെ അറേഞ്ച് ചെയ്യുന്ന, ഇവരുടെ നിന്ന് കാശ് മേടിച്ചിട്ട് അറേഞ്ച് ചെയ്യുന്ന PR ആളുകൾ നിർത്തുന്ന സംഘമാണ്. അതുപോലെ തന്നെ കൊട്ടാരക്കരയിലേക്ക് അഖിൽമാരാട് ചെല്ലുമ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നു, ഇവരുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നു പറഞ്ഞാൽ ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്, വെറുതെ ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ അറിയേണ്ടത് ഇതുപോലെ ഹൈപ്പ് ഉണ്ടാക്കി തന്നെയാണ് അവർ വലിയ താരങ്ങളാവുന്നത്. നമുക്ക് പിന്നെ അത് നിലനിർത്തിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഋത്തിക് റോഷൻ വലിയ താരമായി മാറിയപ്പോൾ ഋത്തിക് റോഷൻ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ആ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അറിഞ്ഞിട്ട് ഏതാണ്ട് തരുണിമണികളായിട്ടുള്ള യുവതികളായിട്ടുള്ള സുന്ദരികൾ എല്ലാവരും തന്നെ അതിൻ്റെ ചുറ്റുമുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞ വാർത്ത വായിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഇംഗ്ലീഷ് പത്രത്തിൽ. അപ്പോൾ ആ വാർത്ത വായിച്ച് ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്നതാണ്. അല്ലാതെ ഒരിക്കലും പുള്ളി വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇന്ന ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞ് പുള്ളി നേരെ ആദ്യം തന്നെ എന്ത് ചെയ്യുമോ, ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇട്ടിട്ട് അതറിഞ്ഞിട്ട് ബാക്കിയുള്ള ആളുകൾ ചുറ്റിലുള്ള ടിക്കറ്റ് മുഴുവൻ ബുക്ക് ചെയ്യുമോ? ഇത് നടക്കുന്ന കാര്യമില്ല. ഇതൊക്കെ മനഃപൂർവ്വമായി ഒരു ഹൈപ്പ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ ഹൈപ്പ് ഉണ്ടാക്കി ആദ്യത്തെ ഒരു ഇനീഷ്യൽ പുള്ളുണ്ടായ പിന്നെ ഒരു നിലനിന്ന് പൊക്കോളും എന്നുള്ളതാണ് സിനിമകളിലൊക്കെ ഉള്ള കാര്യം. പക്ഷേ ഇതിലങ്ങനെ പോലും നടക്കില്ല. കാരണം എന്തെങ്കിലും അവരുടെ കയ്യിൽ വേണമല്ലോ. ആ ഒന്നുമില്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ ഇത് നിലനിർത്താനും പറ്റൂല. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം അഖിൽമാർ ഫാൻസ് അസോസിയേഷൻ അവിടെ പോയി, ഇപ്പം റോബിൻ്റെ ഫാൻസ് അസോസിയേഷൻകാർ ഇവിടെ പോയി, അനുമോളുടെ ഫാൻസ് അസോസിയേഷൻകാർ ഇവിടെ പോയി. ഈ അനുമോളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇവൻ തന്നെ ഒരു ആവശ്യമില്ലാതെ ഈ അനുമോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ബീഫ് കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ BJP കാര്യമാണെന്നൊക്കെ ചോദിച്ച് വലിയ തോതിലുള്ള വിദ്വേഷം ഇവൻ്റെ പേരിലുണ്ടാക്കി. അതൊന്നും കുഴപ്പമില്ല, ഇപ്പം അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവനുണ്ട്. പക്ഷേ നിങ്ങളറിയേണ്ടത് ചില ഈ പറയുന്ന പോലെ LDF തന്നെ വിചാരിക്കുന്നത് ഇവനേതോ BJPക്കെതിരെയുള്ള വലിയ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്, ഐക്കണാണെന്നൊന്നും വിചാരിച്ച് നിങ്ങൾ മുമ്പിൽ നിർത്തരുത്. ഇതുപോലെ പണി കിട്ടും. വെറും വിവരമില്ലാത്ത ഇതുപോലെയൊക്കെയുള്ള ആളുകളെ തലയിലേറ്റിക്കൊണ്ട് നടക്കാൻ കുറേ ആളുകളുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ഷിയാസ് കരീമൊക്കെ ഒരു സാധാരണ ഒരു നോർമൽ ക്രിമിനൽ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഒരു സാധാരണ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരാൾ അത് സമൂഹത്തിൽ അങ്ങനെ നിരവധി പേരുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അതൊന്നും ഭയങ്കര ഗംഭീരമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ചർച്ച ചെയ്യുകയും ഇവരൊക്കെ ഏതാണ്ട് ഉദാത്തമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ ആളുകളാണ് എന്ന് നമ്മൾ വിചാരിക്കുകയും ചെയ്യാതിരുന്നാൽ നമുക്ക് പിന്നെ ഷോക്കൊന്നും ഉണ്ടാവില്ല. ഇത്തരം വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുകയും ഇല്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. മിക്കവാറും ഈ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇതുപോലെയുള്ള ആളുകളാണ്. യഥാർത്ഥത്തിൽ അഖിൽമാരാർ പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. ലുലുമാളിൽ പോയി തുണിമുക്കി കാണിക്കുകയാണ് ബിഗ് ബോസിനേക്കാൾ ഭേദം എന്ന് പറഞ്ഞത് കറക്റ്റാണ്. ഏതാണ്ട് ഇവിടെ വന്നിട്ട് അതുപോലെ തുണിമുക്കി കാണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം അത്തരത്തിലുള്ള ആളുകൾ സെലിബ്രിറ്റികളായി മാറുന്നു എന്ന് പറയുന്ന ഒരു ദുരന്തമാണ് കേരളം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സെലിബ്രിറ്റികളുടെ അടുത്തോട്ട് ഈ പെൺകുട്ടി തന്നെ, ഈ സ്ത്രീ തന്നെ, പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, സ്ത്രീ തന്നെ ഏതാണ്ട് മറ്റേ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടാൽ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് ഞാൻ ജീവിതകാലം മുഴുവൻ ഒപ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു, 65 ലക്ഷം രൂപ നൈസായിട്ട് മേടിച്ചെടുത്തു. കൂടാതെ എന്ത് ചെയ്തു, മറ്റു തരത്തിലുള്ള ചൂഷണങ്ങൾ കൂടി നടത്തി. നിങ്ങളത് ആലോചിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സെലിബ്രിറ്റികളുടെ അടുത്തോട്ട് പെട്ടുപോകരുത് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇവരുടെ റിയൽ ലൈഫ് ഒരിക്കലും റിയൽ അല്ല. സിനിമകളിൽ കാണുന്ന ക്യാരക്ടറല്ല ഒരു നായകന്മാർക്കുള്ളത്. അതൊക്കെ കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ ഇവർ പുറമെ പടച്ചുവിടുന്ന റീലുകളിലൂടെ പടച്ചു വരുന്ന ഒരു ലോകം കണ്ടിട്ട് ഇവർ നന്മയുടെ പ്രതിരൂപങ്ങളാണെന്ന് നിങ്ങൾ വിചാരിച്ചു കളയരുത്. ഭൂലോക തരികിടകളാണ് മഹാഭൂരിപക്ഷം പേരും.